ഹലോ. ഹലോ, അസ്സലാമു അലൈഹിസ്സലാം. കുറച്ച് നേരത്തെ വന്നപ്പോ കസ്റ്റമർ ഉണ്ടായിരുന്നു, അപ്പൊ അത് കട്ടാക്കിയതായിരുന്നു. ഞാൻ എടവണ്ണ പന്നിപ്പാറ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാലേ, എന്നാ ഒരു മോനോട് വന്നിരുന്നു റൂമിലേ. അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചു, സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, എന്റെ പെങ്ങളെ മോന്റെ കൂടെ പഠിക്കണ ആളാ. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി, ഒരു 5 ആളെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നബിദിനത്തിന്റെ ആ ടൈമാണ്. അതെ, നബിദിനത്തിന്റെ ടൈമിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം അപ്പൊ ഞാൻ ഇന്നലെ മൂലിയാരെ ഇത് കേട്ടപ്പോ മൂലിയാർ ഫുള്ള് കളവാണ് പറയുന്നത്. ഫുള്ള് കളവ് പറഞ്ഞാല് അങ്ങനെയുള്ളൊരു എന്താ പറയാ, ഒരു മനുഷ്യനെ കറക്കണ പോലത്തെ സംസാരം. അയാളൊരു മൂല്യരാണെന്നൊന്നും തോന്നണില്ല, ഒരു കെട്ട് മാത്രമേ ഉള്ളൂ തലയില്. ആ മൂല്യരാണെങ്കിൽ ഒരു മൂല്യറാണോ? അല്ല, ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്. ഞാൻ അയാളെ നമ്പർ കുറെ എടുക്കാൻ നോക്കി, ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് അയാളെ. അതന്നെ, അയാളുടെ പേര്, ചാനലിന്റെ പേര് ഫാഹിം മുനീർ എന്നുള്ള ചാനലാണോ? ഒരു മുനീറാണ്. അത് ഫാഹിം മുനീർ. എനിക്ക് പണിപ്പോ എനിക്ക് മറുപടി പറയലാണ്. ശരിക്കും എന്ത് ചെയ്യണം? ശരിക്കും ഒരു മറുപടി ശരിക്കും ആവശ്യമാണ്. കാരണം തെറ്റിദ്ധാരണ ഒഴിവാക്കാനേ. ഇല്ലേ, അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? അവരുടെ ലക്ഷ്യം അയാൾ പറഞ്ഞത് കേട്ടോ. അത് അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ, ഇവിടെ ഹദീസ് ക്ലാസ് എടുത്താൽ ഇവിടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയൊക്കെ എന്തുണ്ട്, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് പള്ളി തന്നെ. സാഹിബെ, ഞാൻ പറയുന്നത്, ഈ സൗദി അറേബ്യയില് ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാന്. അവിടെ ജിദ്ദയില് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ സ്ഥിരമായിട്ട് അവിടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബത്തയില് ഇവരുടെ സൽഫി സെന്ററുകളിലെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവിച്ച സംഭവം കളവാണ് എന്നുള്ളത് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചും കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇത് നടന്നത്. ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അതിനോട് ചേർന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ പ്രോഗ്രാം നടന്നത്. നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോ ഈ ഓഡിറ്റോറിയത്തിന്റെ ഹാരിസ് ഇത് നോക്കി നടത്തിയിരുന്ന ഒരാളും ഓതിയ 4 പിടിച്ചത്. ഇതെങ്ങനെ പിടിച്ചത് എന്നുള്ളതും കൂടി ഇനി ഞാൻ പറയാം. ഇവരിത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. അങ്ങനെ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. ഇത് പോലീസിന്റെ കയ്യിലെത്തിയ ഒറ്റൊന്നുമല്ല. പോലീസിന്റെ കയ്യിൽ അങ്ങനെയുള്ള സംഭവം എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൗദി കണ്ടാൽ മതി, അവര് CID-ക്ക് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ CID-കള് ഇവരെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചാണ് ഇവരെ പിടിച്ചിട്ടുള്ളത്. പിടിച്ച അന്ന് തന്നെ ഞാനിത് അറിഞ്ഞു, വല്ലാഹി സത്യം. പക്ഷെ അതെനിക്ക് അവിടെ നിന്നും ഒരു ടെക്സ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വന്നു. അതിൽ കൊടുത്തിട്ടുള്ള കാര്യം, അതിന് പിറ്റേ ദിവസം വീണ്ടും അതിനെക്കുറിച്ചൊരു ടെക്സ്റ്റ് വന്നിരുന്നു. അതിങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, 5 പേരെ പിടിച്ചിട്ടുണ്ട്, അവരെ ഡിപ്പോർട്ടേഷൻ ചെയ്യുക, അവർക്ക് നാട് കടത്തുകയാണ്, അവർക്ക് ഭീമമായ തുകയാണ് ഫൈനായിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നീട് അത് ആരൊക്കെയോ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ഫൈന് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അന്നേ അറിയാമായിരുന്നു. സീക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നത്. അത് മാത്രമല്ല, സീക്കോ ആണ്. നേരെ നമ്മൾ എന്തിനോ ആളുകൾക്കൊക്കെ അറിയാൻ, പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് കയ്യാൻ ക്ലിനിക്കിന്റെ ബാക്കാണ്. അതെ. ഇനി അതായത് പാരഗൺ ഹോട്ടൽ. അതെ, പാരഗൺ ഹോട്ടലിന്റെ. ഇനി സാഹിബ്, ഞാൻ മറ്റൊരു കാര്യം കൂടിയും, എനിക്ക് ഇത് റിപ്പോർട്ട് തന്ന സഹോദരൻ ആരാണ് എന്നുള്ളത് ഞാൻ പറയാത്തത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പേരോ ഡീറ്റെയിലോ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസിനെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മളത് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാനത് 5 മണിക്കൂർ പിടിച്ചൊരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു. കാരണം അവന്റെ വാപ്പ ജിദ്ദയിൽ പോയ, അതായത് ഈ മോന്റെ വാപ്പയാണ് ഇത് ഈ ഹോസ്പിറ്റലിൽ നടത്തുന്ന ആള്. അതായത് നമ്മളെ വണ്ടൂർക്കാരെ പെങ്ങൾ, അതായത് പെങ്ങളെ മോൻ എന്താണ്. ഇനി ഈ 5 ആളുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അതും പുറത്ത് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. 5 ആളുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇനി ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണം കൂടിയും സാഹിബിന്റെ അടുത്ത് പറയാം. അവിടെ ഇതുപോലെയുള്ള വേറെയും കുറെ മൗലൂദ് സദസ്സുകൾ അവര് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഈ തരത്തിലുള്ള ഇതെല്ലാം മുടങ്ങി എന്നുള്ളതും മറ്റൊരു രൂപത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പേടിച്ചിട്ട് ഇനി ആരും മൗലൂദ് സദസ്സ് വെക്കുന്നില്ല എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഫാഹിം മുനീർ അതുപോലെ വേറെ ഏതൊക്കെ 4-5 ആളുകൾ എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മളേക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണല്ലോ ഈ മാങ്ങള്ള മൂച്ചിമൊക്കെയാണല്ലോ ഏറുണ്ടാവുള്ളൂ. അവന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി അതായി പോകും.
അവര് പിന്നെ തിരിച്ച് മറുപടി അറിയും, ഞാൻ അതിലേക്ക് മറുപടി അറിയും. ഈ ഫാഹിം മുനീറിന് ഞാനൊരു തവണ 2-3 വീഡിയോക്ക് മറുപടി പറഞ്ഞതാണ്. അപ്പോ ഈ മന്തിക്കിന്റെ കിതാബ് ഓതിയിട്ടുള്ള ഞാൻ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇത് അവർക്കൊരു മറുപടി ആയിട്ട് ഞാൻ പുറത്തു വിടാൻ സാധ്യത ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, ഓക്കെ. അപ്പോ ഞാനൊന്നും കൂടി പറഞ്ഞിട്ട് നിങ്ങളെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചറിയാനുണ്ട്. ഇവർക്ക് മറുപടി പറയിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് അവര് അത് അവരുടെ ഒരു അജണ്ടയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഞാനിവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആ ഒരു ഇത് തടസ്സം വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെ അവോയ്ഡ് ചെയ്യുക. 100% സത്യസന്ധമല്ലാത്തൊരു കാര്യം ഇവിടുന്ന് പറയുന്നില്ല. ഇനി സാഹിബ് പറയും. ഞാൻ പറഞ്ഞത് നമ്മൾ അന്ന് നമ്മൾ സംഭവിച്ച സംഭവങ്ങൾ എന്തുണ്ട്, നമ്മളവിടെ കൃത്യമായിട്ട് നമ്മളത് നാഷണൽ ഡേന്റെ ഒരു ദിവസം മുന്നാണത്. അതെ, കറക്റ്റ് ആണെങ്കിൽ അതെ അല്ലേ? അതെ. കുട്ടികൾ നാഷണൽ ഡേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ റൂമിൽ വന്നത്. അതെ, അത് ആ സമയത്ത് ആക്കിയത് ഇങ്ങനെ സംഭവം. സൗദികളൊക്കെ തിരക്കുകളിൽ പറയും. നിങ്ങൾ ഈ നെറ്റുകോളാണ് എന്ത് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ എന്റെ വാപ്പയൊക്കെ എന്റെ അമ്മൊക്കെ മുജാഹിദിന്റെ ആളുകളാണല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ. ഓരല്ലത് ഇത് ആരോ എന്റെ ബാക്കിൽ ഫുള്ളാണ് പരിപാടി. അപ്പൊ ഞാൻ ചോദിച്ചു എപ്പോ രാത്രി ഒരു 1 മണി 12 മണി ആ റേഞ്ചിലാണ് കൊണ്ടുപോയത്. ഇതുവരെ നേരമായിട്ടും 10-11 മണിയായിട്ടും അവരെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഐഡിയാണ് പൊക്കിയതെന്നും പറഞ്ഞു. അവര് പിന്നെ എയർപോർട്ടിലേക്ക് വിട്ടിട്ടുള്ളത്, അവർക്ക് പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ അത് മാത്രം. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് എന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവരെ ഉള്ളിൽ പോയി അങ്ങനെ പോയി അതിനെ വിട്ടു. പിന്നെ ഒരു 15 ദിവസം മുന്നാണ് ഇപ്പൊ എന്ത് പറഞ്ഞത് ന്യൂസ് കണ്ടത്. 15 കറക്റ്റില്ലാതെ ന്യൂസ് കണ്ടു. അപ്പൊ അതില് ഷാക്കിഖാന്റെ വോയിസും കണ്ട് ആ മീഡിയ മറ്റേതില് ഇങ്ങനത്തെ പരിപാടി. അപ്പോഴാണ് ഞാൻ ഈ കൂട്ടി വായിച്ചത് അന്ന് ആ പിടിച്ച 5 ആളുകളാണുള്ളത് എന്നുള്ളത്. അതെ, 5 ആളുകൾ. ശേഷം 4 ആളുകൾ മൗലൂദ് ചൊല്ലിയവരും ഒരാള് ഈ ഓഡിറ്റോറിയത്തിന്റെ ഹാരിസാണ് നോക്കി നടത്തുന്ന. അതിന് ശേഷം വേറെ ഡോക്ടറോട് ചോദിച്ചവൻ പറഞ്ഞ് പിന്നെ അവരെന്നാണ് ഈ ആളുകള്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം വീഡിയോ കണ്ടു, നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ വീഡിയോക്കിന്റെ മറുപടി കണ്ടു. ആ മറുപടി കണ്ടപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത്, നമ്മൾ സത്യത്തിൽ കണ്ടതും അതായത് നമ്മൾ അടുത്തുള്ള ഏരിയ ആണല്ലോ സംഭവിച്ചതും. അപ്പൊ ഈ മൂലി വളച്ചൊടിക്കുന്നത് കണ്ടപ്പോ ഞാൻ അതാണ് നിങ്ങളെ വീണ്ടും വിളിച്ചത് എന്താണെന്നുള്ളത്. അതിലെത്രേ ഉള്ളൂ. നമുക്കതിൽ അവരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. അത് യാഥാർത്ഥ്യമാണ്, സത്യവുമാണ്. മീഡിയ 1 കൊടുത്തപ്പോ പറയും. എന്തൊരു അനുഭവം വെച്ചാൽ ഞാൻ ഇവിടെ നോക്കുകയാണ്, ഞാൻ ഇവിടെ പൊതുപരിപാടികളിൽ തന്നെ ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ അബ്ദുറസാഖ് വാക്കവിന്റെ ഒക്കെ പൊതു ക്ലാസ്സുകളിൽ ഓഡിറ്റോറിയത്തിൽ തന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹോളിൽ നടക്കുന്ന പോലത്തെ പരിപാടികളോടെ നടന്ന എത്രയോ ഞാൻ തന്നെ പങ്കെടുത്ത ആളാണ്. പിന്നെ മൂലര് തന്നെ അങ്ങനെ നടത്തിയ ഹദീസ് ക്ലാസ് നടത്തിയ മുജാഹിദിനെയും പിടിച്ചും ജമാഅത്തിനെയും പിടിച്ചും ഞാൻ ഇവിടെ മനസ്സിലാക്കി കൊടുത്തോളം ഞാൻ ഒരു പൊതുപരിപാടി ഇഷ്ടം പോലെ മസ്രയിൽ മറ്റേതിലോ ഔദ്യോഗികമായിട്ട് ഔക്കാഫിന്റെ അനുമതിയോട് കൂടി നടന്ന പരിപാടി പങ്കെടുത്ത ആളാണ്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ റിയാദിൽ വെച്ചിട്ട് പൊതുപരിപാടി ഉണ്ടായിരുന്നു അക്ബർ സാഹിബിന്റെ. അതൊക്കെ നടക്കുന്ന പരിപാടികളുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചുകൊണ്ട് പിന്നെ ഗവൺമെന്റ് അവിടെ അനുവാദം കൊടുക്കുന്ന അതിന് പിന്നെ ഇവർ പറയുന്നത് അവിടെ ഡാൻസ് പ്രോഗ്രാം നടന്നില്ലേ, അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഈ സാധനത്തിന് അനുമതി ഇല്ലാത്തത് കൊണ്ടല്ല ഇത് പിടിച്ചിട്ടുള്ളത്. ഈ സാധനത്തിന് അനുമതി കിട്ടൂല. കിതാബ് ഇവർക്ക് അത് വേണ്ട. കിതാബ് ഉണ്ട്, ഇവരെ കയ്യിൽ കിതാബുണ്ട്. ഇവർക്കൊന്നും ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നോ? കഴിയില്ല. ഇനി ഈ പ്രശ്നമല്ലല്ലോ. കാര്യം പറഞ്ഞോട്ടെ, ഇവരിത് ഓതണ്ട. ഈ മൗലൂദ് പിന്നെ ആ പാളക്കിതാബ് ഉണ്ടല്ലോ, അത് ഇവരുടെ ആളുകളുടെ അടുത്ത് കിട്ടിയാൽ പോലും ഓലെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തും. ഇത് ഓതേണ്ടതില്ല. അവിടെ അത് ബാൻ ചെയ്ത കാര്യമാണ്. അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അപ്പോ ആ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതെനിക്ക് അറിയായിരുന്നു. പിന്നെ ഇവരിങ്ങനെ ഈ ഒരു തലയും വാലും ഇല്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. പറ്റ കളവല്ലേ ആ പറയുന്നത്. ഇത് മതി. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ അവർക്ക് മറുപടിയാണ്. ഇനി വേറൊന്ന്, എനിക്ക് എന്റെ കയ്യില് പിന്നെ കോൾ റെക്കോർഡുകളൊക്കെ ഉണ്ട്. ഞാൻ അവന്റെ ആ കൂട്ടുകാരന്റെ പുറത്ത് വിടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ശബ്ദത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന ആളാണ്. അപ്പൊ അവനൊരു അത്യാവശ്യം നല്ല രീതിയിൽ സീക്വലുള്ള ആളാണ്. ഞാൻ പേര് പറയുന്നില്ല, എവിടെ നാടൊന്നും പറയുന്നില്ല. അവിടെ അത്യാവശ്യം നന്നായിട്ട് കച്ചവടം നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് മൂപ്പർക്കുള്ളത്.
അപ്പോ പിന്നെ താങ്കളുടെ അടുത്ത് പറയാനുള്ളത്, അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ ഒരു അജണ്ടയാണ്. എനിക്ക് മനസ്സിലാവുണ്ടോ? ഞാൻ ഓനിക്ക് മറുപടി കൊടുത്തിട്ട് ഓൻ എന്നെ മാത്രം എടുത്തിട്ട് ഇതാക്കുന്നത് രണ്ട് ഉദ്ദേശമാണ് ഓനിക്കുള്ളത്. ഒന്ന്, ഇതിനു മുമ്പ് 2-3 മുസ്ലിയാക്കന്മാര് എനിക്ക് മറുപടി പറഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാം. പല മുസ്ലിയാക്കന്മാരും ഇപ്പോ പിന്നെ എന്താ പറയാ പുറത്തില്ല, അതായത് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ വലിയ വലിയ പേരുകേട്ട മുസ്ലിയാക്കന്മാര്, അത് ആരാണെന്നൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രഗത്ഭരായ പല മുസ്ലിയാക്കന്മാരും ആരൊക്കെ വരാത്തത്, ആരൊക്കെ എന്തൊക്കെ നമുക്കറിയാലോ. അവർക്കൊക്കെ ഈ പിന്നെ അവർ ഉൾവലിയുന്നത് ഇതുപോലെയുള്ള തുറന്നു പറയലുകള് കാരണമാണ്. അപ്പൊ അവർക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ പ്രയത്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരു 5 മൂല്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ മാത്രം എടുത്തിട്ട് ടാർഗറ്റ് ചെയ്ത് പിന്നെ എന്താ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരിലേക്ക് തിരിഞ്ഞാൽ എന്റെ പ്രവർത്തനങ്ങളുടെ എനിക്കിപ്പോ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടൈം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണല്ലോ. അപ്പൊ ഇവർക്ക് മറുപടി കൊടുക്കുക ചെയ്യുക, നമ്മൾ ദഅവത്ത് നടത്തുക ചെയ്യുക എന്നുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് അവരിലേക്ക് ഞാൻ തിരിയാത്തത് മനഃപൂർവ്വമാണ്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് ഒരു പണ്ട് പറഞ്ഞിരുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇപ്പൊ പറഞ്ഞ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഇന്ന് കാലത്ത് വീഡിയോ ചെയ്തിട്ടില്ല. ലക്ഷദ്വീപത്തെ വിദ്യാർത്ഥികളെ, മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ അടിയിൽ നമ്മള് അത് കാരണമാണ് വീഡിയോ ഒഴിവാക്കിയത്. അപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരമാവധി നമുക്ക് പറയാനുള്ള ദഅവത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് കള്ളക്കറാമത്ത് പറഞ്ഞാൽ അത് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മറുപടി പറയാം, ഞാനൊരു സംഭവം ഒന്നും അല്ലല്ലോ, സാധാരണക്കാരനായ ഒരാളല്ലേ. ഇന്നൊരു മൂല്യര് ദിവസം എടുത്തിട്ട് എനിക്ക് മറുപടി പറയാന്ന് പറയുമ്പോ ആ ആളുകൾ ചിന്തിക്കട്ടെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇതിന്റെ ഒരു ഇതിൽ നിന്നൊരു കഷ്ണം എടുത്തും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മുടി വെച്ചതും മുനീർ പിന്നെ ദിവസം എനിക്ക് എതിരെ വീഡിയോ ഇടുന്നുണ്ട്. ഫുള്ളൊന്ന് ഓതിയിട്ട് വിശദീകരിച്ചാൽ മതി. വേറെ മുനീറിനെ തോന്നുന്നുണ്ട്. മുനീർ ഇപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ടു, ഓന്റെ കള്ളത്തരം പൊളിക്കാൻ അത് മാത്രം മതി. ഓന് ഈ കുത്തുബ പരിഭാഷയും അതുപോലെ തന്നെ സ്ത്രീ പള്ളി പ്രവേശനവും സംബന്ധമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് തെളിവാക്കിയത് ഒന്ന് നൗഷാദ് ബാക്കവി മുൻപ് പറഞ്ഞൊരു കാര്യവും അതുപോലെ തന്നെ അമ്പലക്കടവ് ഫൈസി അബ്ദുൽ ഹമീദ് ഹലോ അതുമാണ് ഇട്ടത്. എന്നിട്ട് അത് രണ്ടും തൊടാതെ ഞാൻ പറഞ്ഞാണ്ട് കൂടിയിക്കാണോ? എന്തുകൊണ്ട് ഓന ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്ന ആളാണല്ലോ നൗഷാദ് ബാക്കവി, തൊട്ടില്ല. അതേപോലെ തന്നെ അമ്പലക്കടവ് ഫൈസി എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവാണ് EK വിഭാഗം സംസ്ഥയുടെ. അവൻ തൊട്ടില്ല. ഞാൻ പറഞ്ഞത് മാത്രം എനിക്ക് കാണിക്കാനുള്ളൂ, പറയാനുള്ളൂ. ആദ്യം അവൻ മറുപടി കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞതിലും മുമ്പ് പറഞ്ഞ നൗഷാദ് ബാക്കവിക്കും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനും അല്ലേ. ഇതാണ് ഇവരുടെ പാപ്പരത്വം, ഇവരുടെ കാര്യങ്ങൾ. കുറെ ഉപകാരങ്ങളുണ്ട്. അവരെ തിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കില്ല. നമുക്കില്ല. പറയാം. ഇത് കേൾക്കുന്ന സാധുക്കളെ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാനുള്ള ആളുകൾക്ക് പഠിക്കാലോ. അതെ, ആളുകളെ ഇവരെ കേട്ടിട്ട് വഴിതെറ്റി പോകുന്ന, ഞാൻ ഒരുപാട് വഴിതെറ്റി സഞ്ചരിച്ച ആളാണ് സാഹിബേ. ഒരുപാട് ഖുറാഫാത്തിലൂടെയും കുബൂരിസത്തിലൂടെയും നടന്ന ഒരാളാണ് ഞാന്. ത്വരീഖത്തിന്റെ മേഖലയിലും ഈ ജാറ വ്യവസായത്തിന്റെ മേഖലയിൽ കൂടി ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്റെ വേറെ സംഭവം ഞാൻ ഇതിന് മനസ്സിലാക്കുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ ഓരോ കേൾക്കണം അത്രത്തോളം നമ്മളെ തൗഹീദ് ഉറക്കുകയാണ്. അതെ, ഞാൻ മനസ്സിലാക്കിയതാണ്. അത്രത്തോളം ഓരോ പ്രോഗ്രാമുകൾക്ക് അതായത് ഒരു മണിക്കൂർ സംസാരിച്ചാൽ നമ്മൾക്ക് ഒരു ശക്തമായ തൗഹീദിൽ നമ്മളൊന്നുകൂടി അടിയുറക്കുകയാണ്. അതെ, നമുക്ക് ഏകദേശം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് ഇപ്പൊ ഈ ദമാമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ അറിയാം, അവിടുത്തെ അനുഭവങ്ങളും അറിയാം എന്നത്. പിന്നെ അത് മാത്രമല്ലേ ഓരോ കാര്യങ്ങളും. സൗദിയിലത്തെ ഈ വിഷയത്തെ കുറിച്ച് ഓൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങള് ജീവിച്ച നാടാണത്. ഞാൻ ദീന് പഠിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ജാലിയത്തിലൂടെയാണ് യഥാർത്ഥ ദീന് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടുത്തെ സിസ്റ്റം എന്താണ്, അവിടെ മൗലൂദ് സംഭവം എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം. ഇനി ഖത്തറിലും ഇത്
ചെല്ലുന്നത് കണ്ടാൽ ഇവർക്ക് കാവല് നിൽക്കണം, ഇത് മെല്ലെ ചെല്ലുള്ളൂ. അപ്പോ ഖത്തറിൽ ഞാൻ കണ്ടിട്ടുണ്ട് വാതിലടച്ചിരുന്നിട്ട് ഇത് ചൊല്ലുന്നത്. പിന്നെ അവിടെ അത്ര തന്നെ ഒരു സ്ട്രിക്റ്റ് അല്ല, അത് ആരെങ്കിലും ഒറ്റ കൊടുത്ത് പോലീസ് വന്നാലൊക്കെ പിടിക്കും. പിന്നെ സൗദികൾ അങ്ങനെയുണ്ട്, ഖത്തറികൾ അങ്ങനെ പെട്ടെന്നുണ്ട്, അവരെക്കാൾ കൂടുതൽ അജ്നബികളുള്ള നാടാണല്ലോ, അത് പെട്ടെന്ന് പിടിക്കപ്പെടൂല. സൗദിയിൽ അങ്ങനെയല്ല, പെട്ടെന്ന് ഈ സാധനം പിടിക്കും. ഇത് പിടിക്കും, ഇത് ഇവിടെ തെറ്റാണ്, മംനു ആണ്, എന്നിട്ടും ഇത് ഇവര് ചെല്ലിയും കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതൊന്ന് ആലോചിച്ചാ പോരെ. അത്ര മുത്തഫഖുൻ അലൈഹിയൊന്നും അല്ലല്ലോ അത്. അതുകൊണ്ടാണല്ലോ സൗദി ഭരണകൂടം അതവിടെ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ഈ സൗദി ഉള്ളിടത്തോളം കാലം ഞാൻ ഏറ്റവും കൂടുതൽ അതായത് നിന്നോട് ഷിയാക്കളെ കൂടിയാണ്. ഷിയാക്കളെ കൂടെയാണ് ജോലി ചെയ്തത്, ഒക്കെ ഷിയാക്കളെ ഇടയിലാണ്. ഷിയാക്കൾക്ക് കുറച്ചുകൂടി മാന്യത ഉണ്ടല്ലേ സാഹിബേ? ഷിയാക്കൾക്ക് ഈജിപ്റ്റുകളെ പോലെ, ഷിയാക്കളെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഷിയാക്കൾക്ക് കുറച്ചും കൂടി മാന്യത ഉണ്ട് ഇവരെക്കാട്ടിലും. ഇവർ അതിലേക്കും മോശമാണ്. അങ്ങനെയാണ്. അപ്പൊ എന്താ നമ്മൾക്ക് അതെ നമുക്ക് സത്യത്തിൽ എന്തുണ്ട് ഇവരെ പരിപാടി കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ തോക്കി ഒന്നും കൂടി ഉറക്കണത്. അതെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ സമയം കളയണ്ട, നിങ്ങൾ പറഞ്ഞിക്കോളി. സംഗതി നിങ്ങൾ ഞാൻ എഡിറ്റിംഗിലാണ്. വിളിക്കണം വിചാരിക്കും. ഓക്കെ ഞാൻ എഡിറ്റിംഗിലാണ്. കുറച്ചും കൂടി ചിലപ്പോ ഇനി 2 വീഡിയോ ചെയ്യാനുണ്ട്. ചിലപ്പോ സുബഹി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇന്നൊരാൾ വിളിച്ചിരുന്നു, ആലപ്പുഴയിൽ നിന്നൊരു ആള് വിളിച്ചിരുന്നു. അപ്പൊ ആ ഒരു കോളൊന്ന് പുറത്തു വിടാണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഇൻഷാ അല്ലാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരണ്ട്. പിന്നെ എന്താ ജോലി അവിടെ? കടയിലാണ്. ഓക്കെ. നിങ്ങളുടെ ഇടവണ്ണ ഞാൻ വന്നിട്ടുണ്ട്. ഇടവണ്ണ ഒക്കെ എനിക്ക് ബന്ധങ്ങളുണ്ട്. ജനറൽ അല്ലേ? ഞാൻ കുറെ കാലം ഇദ്രീസ് ക്ലാസ്സിലുണ്ടായിരുന്നു.